നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പിലെ ഗോളടി വീരന്മാരിലെ മുമ്പിൽ ആരാണ്? മോസലയും ലെവൻഡോസ്കിയും എംബാപ്പയും ഒക്കെ ആയിരിക്കും എല്ലാവരും പറയുക. എർലിംഗ് ഹാലൻഡ് പരിക്കേറ്റ് പുറത്താണല്ലോ. പക്ഷേ ഗോളടി കണക്കിൽ ഒന്നാമതുള്ളത് വിക്ടർ ഗ്യോക്കറസ് തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ടോപ്പ് 5 ലീഗിലല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗോളുകൾക്ക് ടോപ്പ് 5 ലീഗിലെ ഗോളുകൾക്ക് കിട്ടുന്ന പോലെ ഗോൾഡൻ ബൂട്ട് റേസിൽ 2 പോയിൻറ്റുകൾ ലഭിക്കുകയുമില്ല. അപ്പോൾ എങ്കിലും ഗോളടിയുടെ കണക്ക് നമ്മളൊന്ന് നോക്കുകയാണ്. വിക്ടർ ഗ്യോക്കറസ് ഇന്നലെയും ഗോളടിച്ചു. 2-1 റിയോ അവയ്ക്കെതിരെ സ്പോർട്ടിംഗ് CP വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോളുണ്ടായിരുന്നു, ഇനാസിയോയുടെ വക ഒരു ഗോളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗോളടിയുടെ കണക്ക് വിശദമായിട്ട് നോക്കിയാൽ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ 16 9 കളികൾ 16 ഗോൾ കോൺട്രിബ്യൂഷൻസ്. സ്പോർട്ടിംഗ് മൊത്ത് ഈ സീസണിൽ 47 ഗെയിമുകൾ 48 ഗോളുകൾ. ഇനി ക്ലബിനും രാജ്യത്തിനുമായി ഈ സീസണിൽ 53 മത്സരങ്ങൾ 57 ഗോളുകൾ. അതുപോലെ തന്നെ 53 മത്സരങ്ങളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളുമായി അദ്ദേഹം നേടിയിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ അറിയണോ? 72. വേറെ ലെവൽ പെർഫോമൻസാണ് വിക്ടർ ഗ്യോക്കറസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ ഘട്ടത്തിൽ അദ്ദേഹം യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിലേക്ക് ഏതെങ്കിലും ഒന്നിൽ ചേക്കേറുമെന്ന കാര്യം ഉറപ്പാണ്. 26 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. സ്വീഡൻ്റെ അന്താരാഷ്ട്ര ടീമിന് വേണ്ടി ഓൾറെഡി 26 കളികൾ കളിച്ച് 15 ഗോളുകളും നേടിയിട്ടുണ്ട്. നമുക്ക് മിക്കവാറും അടുത്ത സീസണിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലേക്ക് അദ്ദേഹം എത്തുന്നത് കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോസ് അയക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.